പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നടക്കാത്ത ഒരു ദിവസം പോലും കടന്നുപോകില്ല. നിരവധി ആളുകൾക്കാണ് ജീവനും ജീവിതവും നഷ്ടമായിരിക്കുന്നത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും വളവുകൾ നിവർത്താതിരുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. നിരവധി പരാതികൾ ഉയർന്നിട്ടും റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തത് ദുരന്തങ്ങൾക്ക് വഴിതെളിക്കുകയാണ്. ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ റോഡിൽ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അപകടങ്ങളിൽ മരണപ്പെടുന്നവരിൽ ഏറെയും യുവാക്കളുമാണ്. ശബരിമല തീർത്ഥാടനം തുടങ്ങിയ ശേഷം അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു. ശബരിമലയിൽ ദർശനം തേടിയെത്തുന്ന അന്യസംസ്ഥാനക്കാർ അടക്കമുള്ളവരെ ജീവനറ്റും പരിക്കേറ്റും ചലനശേഷി ഇല്ലാത്തവരുമായി തിരിച്ചു കൊണ്ടുപോകേണ്ടി വരുന്ന സ്ഥിതി ദുഃഖകരമാണ്. അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് റോഡിന്റെ നിർമ്മാണം. വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ പലയിടത്തുമില്ല. അതുള്ള സ്ഥലങ്ങളിലാകട്ടെ നടപടികൾ ഫലപ്രദമാകുന്നുമില്ല. കൂടുതലും വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിയുള്ള അപകടങ്ങൾക്കാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ റോഡിലെ അശാസ്ത്രീയ നിർമ്മാണത്തെ പറ്റി വാചാലരാകും. എന്നാൽ അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രായോഗിക നടപടികളെ പറ്റി ചിന്തിക്കാറുമില്ല. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ തെക്കൻ അതിർത്തിയിൽ കല്ലും കടവാണ് ജില്ലയിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ മുതൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഏകദേശം 45 കിലോമീറ്ററാണ് ജില്ലയിലെ പാതയുടെ ദൂരം. റാന്നി പ്ലാച്ചേരിയിൽ ജില്ലയുടെ വടക്കൻ അതിർത്തി അവസാനിക്കുന്നതുവരെ നിരവധി അപകട കെണികളുണ്ട്. സംസ്ഥാന പാതയിലെ അപകടങ്ങളിൽ പെടുന്നവർക്ക് രക്ഷാകരങ്ങളുമായി ഓടിയെത്തുന്നത് പ്രദേശവാസികളാണ്. ഉന്നത നിലവാരത്തിൽ നവീകരിച്ച പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ തുടരെയാണ് അപകടങ്ങൾ നടക്കുന്നത്. വളവുകൾ നിവർത്താതെയുള്ള അശാസ്ത്രീയ നിർമ്മാണം അപകടത്തിന് ഇടയാക്കുമെന്ന് തുടക്കം മുതലേ പരാതികൾ ഉയർന്നിരുന്നു. വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാമെന്ന ചർച്ചയുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രംഗത്തെത്താറുണ്ട്. റോഡ് സുരക്ഷാ വിഭാഗം സംസ്ഥാന പാതയിൽ പരിശോധന നടത്തുന്നുമുണ്ട്. വാഹനങ്ങളുടെ വേഗം കുറയ്ക്കുന്നതിനും ജംഗ്ഷനുകളെ കുറിച്ചും അപകട വളവുകളെ കുറിച്ചും സൂചിപ്പിക്കുന്ന ബോർഡുകൾ അതാതിടങ്ങളിൽ സ്ഥാപിക്കുന്നതിനും തീരുമാനങ്ങൾ ഒന്നും തന്നെയില്ല. അധികൃതരുടെ അനാസ്ഥയിൽ റോഡിൽ വീണ്ടും പ്രാണൻ പിടയുകയാണ്. റോഡ് നിർമ്മിക്കുന്ന വേളയിൽ തന്നെ അപകട സാധ്യതകളെ കുറിച്ച് പരാതികൾ ഉയർന്നു. പണി തീരുമ്പോൾ എല്ലാം ശരിയാകുമെന്നായിരുന്നു KSTPയുടെ ഉറപ്പ്. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരും തൊഴിലാളികളും മടങ്ങിപ്പോയി. MC റോഡിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത വികസിപ്പിച്ചത്. പടിഞ്ഞാറ് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ ദീർഘദൂര വാഹനയാത്രക്കാർ മലയോര പാതകളെയാണ് ആശ്രയിക്കുന്നത്. വലിയ ഗതാഗത കുരുക്കില്ലാതെ കിഴക്കൻ മേഖലയിലൂടെ എറണാകുളം ഭാഗത്തേക്ക് എത്താമെന്നതാണ് ഇതിന്റെ നേട്ടം. KSRTCയും സ്വകാര്യ ബസ്സുകളും പുനലൂർ മൂവാറ്റുപുഴ റോഡിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. ഏകദേശം 150 കിലോമീറ്റർ ആണ് റോഡിന്റെ ആകെ ദൂരം. സംസ്ഥാന പാതയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ സർക്കാർ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ അത്യാവശ്യമാണ്. വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിച്ചതിൽ പുനഃപരിശോധന നടത്തുകയും വേണം. സ്കൂളുകൾക്കും ജംഗ്ഷനുകൾക്കും സമീപം വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ ഫലപ്രദമായ സംവിധാനവും ആവശ്യം തന്നെ. അമിത വേഗതയിൽ പായുന്ന ബൈക്കുകൾ റോഡിൽ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. ചീറിപ്പോകുന്ന ബൈക്കുകൾക്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെയും അപകടത്തിൽപ്പെടുത്തുകയാണ്. നിരപരാധികളുടെ ജീവനും റോഡിൽ പൊലിയുന്നു. ഒരുപാട് പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും ഒന്നും തന്നെ അധികൃതർ ഗൗരവമായി എടുക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം.